Every journey begins with a single step. Welcome to Travel with Anaswar. Explore the world, one adventure at a time. ഓക്കെ, വിഷ്ണു അകത്തോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നമുക്ക് കുറച്ച് നേരം സമയം കളഞ്ഞ് നല്ല ശാന്തമായിട്ടിരിക്കണം എന്നുള്ള ആൾക്കാർക്ക് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാം. അങ്ങനെ ഒരു പ്ലേസാണ് കേട്ടോ. നല്ല രസമാണ്, കണ്ണിന് കുളിർമയുണ്ട്, അങ്ങനെ കുറേ കാഴ്ചകൾ കാണാം. ഈ കല്ല് ഭാഗിയേക്കുന്നത് നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ നല്ല ക്ലീനാണ് കേട്ടോ, നല്ല രസമുണ്ട്. മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചേക്കുന്നതും. നമസ്കാരം സുഹൃത്തുക്കളെ. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ പാഞ്ചാലിമേട് പോവാണ് കേട്ടോ. ഞങ്ങൾ വരുന്ന വഴിക്ക് ഇവിടുന്ന് തീരുമാനിച്ചു ഇവിടുന്ന് റൈറ്റ് കയറി പാഞ്ചാലിമേട് പോകാൻ. അപ്പോൾ ആ വഴി ഇങ്ങോട്ട് അകത്തോട്ട് കയറിയിട്ടുണ്ട്. പാഞ്ചാലിമേട് മുമ്പ് പോയിട്ടുള്ളതാണ്, പക്ഷേ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് പോയിട്ടുള്ളത്. ആ സമയത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. പോയിട്ട് ഇനിയിപ്പോൾ സമയമുണ്ട്. അപ്പം മഴയ്ക്ക് മുമ്പ് വീട്ടിൽ ചെല്ലണം എന്നുള്ളൊരു ഇതാണ്. മഴക്കോളുണ്ട്, പക്ഷെ മഴ പെയ്തിട്ടില്ല. ഈ റോഡും നമ്മളൊന്ന് ശ്രദ്ധിച്ച് വേണം വണ്ടി ഓടിക്കാൻ. കാരണം ഇവിടെ എല്ലാം വളവും തിരിവുമാണ്. നല്ല വളവും തിരിവും, നല്ല കയറ്റവും, അതുപോലെ നല്ല കൊക്കയുള്ള ഏരിയ ആണ്. ഒരു സൈഡ് നല്ല കുത്തനെ നല്ല താഴ്ചയുള്ള ഏരിയ ആണ് കേട്ടോ. കേരളത്തിലെ മലയോര സംസ്കാരത്തിൻ്റെ മനോഹര ഉദാഹരണമാണ് നമ്മുടെ ഈ പാഞ്ചാലിമേട്. ഇത് കോട്ടയം ഇടുക്കി ജില്ലയുടെ ബോർഡറിലാണുള്ളത്. കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്കാനം പീരുമേട് ആ ഭാഗത്താണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മലയാളികളും തമിഴരും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെ. അവരുടെ സംസ്കാരവും അവരുടെ ഭക്ഷണ രീതികളും എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഇവിടെയാണ് കേട്ടോ ഇത്. ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം എന്ന് പറയുന്നത് നമ്മുടെ കൃഷിയാണ്. അതായത് തേയില കൃഷി, കാപ്പി കൃഷി, ഏലം, കുരുമുളക്, അങ്ങനെ റബ്ബറുണ്ട്. പിന്നെ അങ്ങനെയുള്ള കൃഷികളാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. ഇവിടെ പിന്നെ മലയോര പ്രദേശം ആയതുകൊണ്ട് കൂടുതലും ജീപ്പ് സർവീസും കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ഉള്ളത്. നമുക്ക് സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അടുത്ത് ഹോം സ്റ്റേ ഒക്കെ കിട്ടുന്നതാണ് കേട്ടോ. ഇത് നമ്മൾ വരുന്ന വഴിക്കൊരു ഹോട്ടലാണ് കേട്ടോ. ഇവിടെ നല്ല ലെഫ്റ്റിലോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വ്യൂ പോയിന്റ് ആണ്. അപ്പോൾ അവിടെ ആസ്വദിച്ചിരുന്ന് കഴിക്കാം നമുക്ക്. ഈ ഭാഗത്തെല്ലാം കൃഷിയാണ്. ഈ മലയുടെ താഴെ ഭാഗത്തെല്ലാം കൃഷിയാണ് കേട്ടോ. ഇപ്പോൾ ഒന്ന് ആലോചിച്ച്, ഈ മലയെല്ലാം കയറി ഇറങ്ങി വേണം അവർ കൃഷി ചെയ്യാൻ. അപ്പം എന്തോരം നടക്കുന്നുണ്ടായിരിക്കും അവർ. നിത്യഹരിത വനങ്ങളും ശോല വനത്തിൻ്റെയൊക്കെ ഭാഗമാണ് കേട്ടോ ഈ ഒരു ഏരിയ. പുൽമേടും ഒക്കെ കാണും കേട്ടോ. ഈ ഭാഗത്തൊക്കെ പുൽമേടും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ഏരിയയും കൂടാണ് ഇവിടെ. അപ്പോൾ നമുക്ക് പോയി കാണാൻ പറ്റുന്ന ഏരിയകളാണ്. പക്ഷേ അത് ഇച്ചിരി ഒരു ടൈമൊക്കെ വെച്ച് നമ്മൾ അറിയാവുന്ന ആരെങ്കിലും കൂടെ കൂട്ടിക്കൊണ്ട് വേണം പോകാൻ. അപ്പോൾ എന്നാലേ നമുക്ക് കുറച്ച് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ ഭാഗത്തൊന്നും കാട്ടുജീവികളുടെ അങ്ങനെയുള്ള വലിയ ശല്യങ്ങളൊന്നും ഇല്ല. കാരണം കുറച്ചുകൂടെ ഒരു വലിയ ഫോറസ്റ്റ് അല്ലാത്തതുകൊണ്ടായിരിക്കാം. കൃഷി ആയതുകൊണ്ട് അധികം ശല്യങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയ ആണ്. ചിലപ്പം പറയാൻ പറ്റത്തില്ല. ഇവിടെ ചിലപ്പോൾ ഈ പന്നിയുടെയൊക്കെ ശല്യം കാണാൻ സാധ്യതയുണ്ട്. ഈ വഴി വരുമ്പോൾ ഇതുപോലൊരു ബോർഡ് കാണാമേ. പ്രകൃതി ശക്തി CGH എർത്ത് എന്ന് എഴുതിയിട്ടുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇവിടുന്ന് റൈറ്റ് ആണ്. ഇവിടുന്ന് റൈറ്റ് കയറി പോകണം നമുക്കിനി. ഇവിടെ നല്ലൊരു വളമാണ് കേട്ടോ. നമ്മൾ ഇത്ര നേരം യാത്ര ചെയ്തതിൽ ലെഫ്റ്റ് സൈഡിലായിരുന്നു മലയുടെ ചരിവ്. അപ്പം വന്നിട്ട് കണ്ടോ, വളവ് തിരിഞ്ഞപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലായി ചരിവ് കണ്ടോ. ഇവിടെ മഹാഭാരത കാലത്ത് പഞ്ചപാണ്ഡവർ നമ്മുടെ ദ്രൗപദിയെയും കൂട്ടി ഇവിടെ വന്നിട്ടുണ്ട് എന്നാണ് വിശ്വാസം. അതുപോലെ ദ്രൗപദിക്ക് ഒരു ക്ഷേത്രം ഇവിടെ പണിതു കൊടുത്ത് അവിടെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു വിശ്വാസം കൂടെ ഉണ്ട്. ഇപ്പോഴും ആ ക്ഷേത്രം അവിടെ ഉണ്ട്. അക്കാലത്തെ വനഭൂമിയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ടോ.
ഇപ്പോൾ വഴിയായി, എല്ലാ കാര്യങ്ങളൊക്കെ സൗകര്യങ്ങളെല്ലാം കൂടി. ഇവിടെ വരെ വരണമെന്നുണ്ടെങ്കിൽ എത്ര ദൂരം അവർ സഞ്ചരിച്ചിട്ടുണ്ടായിരിക്കും ഇല്ലേ. അതുപോലെ ഇവിടെ നല്ല അടിപൊളി പ്ലേസുമാണ്. അതുപോലെ നമ്മളെ പാഞ്ചാലിമേട് എന്ന് പറയുന്ന ഭാഗത്ത് നല്ല ഉയരമുള്ളൊരു പ്രദേശമാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ താഴെ നിന്ന് വരുന്ന ആൾക്കാരെയൊക്കെ കാണാനും പറ്റും. അങ്ങനൊരു ഏരിയ ആണ്. 4 സൈഡും താഴ്വരകൾ കാണാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടാണ് പാഞ്ചാലിമേട്. ഇത് കണ്ട് റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു തേയിലത്തോട്ടം എന്ത് രസമുണ്ട് കാണാൻ അല്ലേ. അതിനകത്ത് നമ്മുടെ ചെറിയ ചെറിയ മരങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. നല്ല ഉയരത്തിലാണ് നമ്മൾ ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. മഹാഭാരത കാലത്ത് കൗരവരുടെ പടകളെ പേടിച്ചാണ് ഇവർ യാത്ര ചെയ്തത്. വനവാസത്തിന് സമയത്ത് ഇങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് വന്നെന്ന് ഉറപ്പിക്കാൻ പറ്റും. കാരണം ഈ മലയുടെ മണ്ടയ്ക്ക് കയറിയിരുന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് വരുന്ന ആൾക്കാരെല്ലാം കാണാൻ പറ്റും. അപ്പം അങ്ങനെ സുരക്ഷിതമായിട്ടുള്ള ഏരിയയിലല്ലേ ഇവർ പോയി താമസിക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഏരിയ ഒരു നല്ല പ്ലേസ് തന്നെയാണ് പാഞ്ചാലിമേട്. ഓക്കെ, ഇനിയിപ്പം നമ്മൾ അടുത്തെത്തി. ഇനിയും കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. ഓക്കെ, ഇവിടെ എല്ലാം ആൾത്താമസമുണ്ട് കേട്ടോ. ഇത് പെരുവന്താനം ഗ്രാമപഞ്ചായത്താണ്. ഇവിടെ ഒരു കെട്ടിടം ഉണ്ടാക്കിയതാണ് കേട്ടോ. ബാത്റൂമുണ്ട്, 2 സൈഡിലും ബാത്റൂമും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്രഷ് ആകാനും വന്നിരിക്കാനും ഒക്കെ ഉള്ളൊരു ഏരിയ ആയിട്ട് അവർ ബിൽഡ് ചെയ്തെടുത്തതാണ്, പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്ക് നല്ല വ്യൂ ആണ് കേട്ടോ. ഇവിടുന്ന് റൈറ്റ് സൈഡിലോട്ട് നോക്കിക്കോണേ, നല്ല രസമാണ് കാണാൻ. കണ്ടോ, ഈ ഭാഗത്തെല്ലാം ഓപ്പൺ ഏരിയ ആണല്ലോ, ഒരു മരങ്ങളില്ല, യാതൊന്നുമില്ല. അടിപൊളി പ്ലേസ് ആണല്ലോ. മഞ്ഞ് മൂടി കിടക്കുന്നതാണല്ലോ താഴ്വശം. പഴയതുപോലല്ല, കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ കടകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് അകത്തോട്ടാണ് നമുക്ക് പോകേണ്ടത്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ പോവാണ്. ഈ സൈഡിൽ എവിടെയും കൊണ്ടുപോയി വെച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇവിടെ സ്റ്റോൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. സ്ക്വയർ സ്റ്റോണാണ് ഇട്ടേക്കുന്നത്, പാവ് ചെയ്തേക്കുന്നത്. ഇവിടെ നിന്ന് നമുക്കിങ്ങനെ നടന്നു പോകാം. ഈ സൈഡിലെല്ലാം മുള നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ കയറി പോകുമ്പോൾ. അതുകൊണ്ട് ഇവിടെ കുറച്ച് ആൾക്കാരും ഇപ്പോൾ ഉണ്ട്. അവരിങ്ങനെ നടന്നു കയറി പോകണം, നമ്മളും നടന്നു കയറി പോകണം. ഇതിന് മെയിൻ ഗേറ്റ് ഇതുകൊണ്ട് കാണുന്നതാണ് മെയിൻ ഗേറ്റ്. പണ്ട് വരുമ്പോൾ ഇങ്ങനെ ഒരു കുരിശൊന്നും ഇല്ലായിരുന്നു ഇവിടെ. ഇവിടെ നല്ല രസമാണ്, താപ്പോട്ട് നോക്കിയാൽ നല്ല രസമുണ്ട് കാണാൻ. ലെഫ്റ്റ് സൈഡിൽ മൊത്തം മുള ഇങ്ങനെ മൂടി നിൽക്കുന്നത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ വലിയൊരു പാറ ഇരിപ്പുണ്ട്, കാണാണ്ടോ. നല്ല രസമുണ്ട്. ഈ ഗേറ്റ് പണിതേക്കുന്നത് നല്ല രസമുണ്ട്, കവാടം പോലെ. ഇവിടെ ഡീറ്റെയിൽസ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം അകത്തോട്ട് കയറാൻ. ഓക്കെ, വിഷ്ണു അകത്തോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നമുക്ക് കുറച്ച് നേരം സമയം കളഞ്ഞ് നല്ല ശാന്തമായിട്ടിരിക്കണം എന്നുള്ള ആൾക്കാർക്ക് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാം. അങ്ങനെ ഒരു പ്ലേസാണ് കേട്ടോ. നല്ല രസമാണ്, കണ്ണിന് കുളിർമയുണ്ട്. അങ്ങനെ കുറേ കാഴ്ചകൾ കാണാം. ഈ കല്ല് ഭാഗിയേക്കുന്നത് നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ നല്ല ക്ലീനാണ് കേട്ടോ, നല്ല രസമുണ്ട്. മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചേക്കുന്നതും.
എല്ലാം കൊണ്ടും അടിപൊളിയാണ്. അതുകൊണ്ട് ഇവിടെ ഈ സ്ട്രക്ചറെല്ലാം പണിതേക്കുന്നുണ്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഫ്ലാറ്റാണ്, പക്ഷേ ഒരു നമ്മുടെ ട്രഡീഷണൽ ടച്ച് കൊടുത്തിട്ടുള്ള ഒരു പ്ലാനും കാര്യങ്ങളും ഒക്കെയാണ്, ഡിസൈനൊക്കെയാണ്. ഓക്കെ, നമ്മൾ ഇവിടുന്ന് പാസ് എടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ കുപ്പി ഉള്ളതുകൊണ്ട് കുപ്പിക്ക് ഒരു പാസ് എടുക്കണം. അപ്പോൾ അത് എടുത്തിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ ആ കുപ്പി കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പൈസ തിരിച്ചു തരും. ഓക്കെ, അപ്പോൾ കുപ്പി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ കാണിച്ചാൽ മതി. അപ്പോൾ അവർ പൈസ മേടിക്കുമെങ്കിൽ അത് തിരിച്ചു തരും കേട്ടോ. എന്ത് രസമുണ്ട് ഇവിടെ, നല്ല രസമുണ്ട് കാണാൻ അല്ലേ. അങ്ങോട്ട് പോകുമ്പോഴും ഇതുകൊണ്ട് അതുപോലെ ഫ്ലാറ്റ് ഒരു ട്രഡീഷണൽ ടൈപ്പ് ബിൽഡിങ് അവിടെ മേലിൽ കാണാൻ പറ്റും. ഇതിനപ്പുറത്തോട്ട് കാടാണ് കേട്ടോ, ഈ റൈറ്റ് സൈഡിലോട്ട്. പിന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു കൊക്ക പോലെയാണ്, ചെറിയ ചരിവുള്ള ഒരു മലഞ്ചെരുവാണ്. ശാന്തമായ അന്തരീക്ഷം, ഒന്നും ഒരു ബഹളമൊന്നുമില്ല, ഒന്നുമില്ലാത്ത ഒരു ഏരിയ ആണ് കേട്ടോ. കയറി വരുമ്പോൾ നമ്മൾ കാണുന്ന ഈ ചെറിയൊരു മലയാണ്. അപ്പോൾ ഇതിനകത്ത് ഒന്നും കാണത്തില്ല എന്നുള്ളൊരു പ്രതീതി നമുക്കുണ്ടാവും. പക്ഷെ നമുക്ക് അകത്തോട്ട് കയറി പോകുമ്പോഴേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. ഇത് നല്ല രസമുണ്ട്. ഈ സ്റ്റെപ്പ് കൊടുത്തേക്കുന്നുണ്ട്, ഒരു ആർക്ക് ഷേപ്പിലാണ് സ്റ്റെപ്പ് കൊടുത്തേക്കുന്നത്. ഇവിടുന്ന് തന്നെ നല്ല വ്യൂ ആണ് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഓക്കെ, ഇനി നമുക്ക് അകത്തോട്ട് കയറി പോയി നോക്കാം. ക്ഷേത്രത്തിൻ്റെ ഒരു മണ്ഡപം പോലൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട് കാണാൻ. ഇതിനകത്ത് കടകളാണെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് ഇവിടെ ഒന്ന് ഇരിക്കാനുള്ള ചെയറും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. നല്ല വ്യൂ ആണ് ഇവിടെ, അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.